ഇപ്പൊ പറഞ്ഞതുപോലെ എസ് മാറ്റി പി ആക്കി കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവര് തന്നെയല്ലേ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് തടയിടാൻ, ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാകാത്തതിന് കാരണം ഇത് തന്നെയാണ്. അതായത് ഇപ്പോ ഹമാസ് ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നു, ഐസിസ് ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് കൊണ്ട് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? 4-5 ലക്ഷം അണികൾ ഇവിടെ പോയി. അവരിപ്പോൾ ഇതുപോലെയുള്ള പാർട്ടികളിലുണ്ട്. അവർ അവിടെ സ്ലീപ്പർ സെല്ലുകളാണ്. ഒരവസരം വരുമ്പോൾ കൃത്യമായി അവർ അവരുടെ പക്കൽ ഇരിക്കുന്ന ആയുധം എടുത്തവർ അത് പ്രയോഗിക്കും. ഒരു സംശയവുമില്ല. ആരെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ആയുധമെടുക്കുന്നു. ബൈജു, ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഒരു സിനിമയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കലാലയങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് ആ സിനിമ വളരെ 1 മിനിറ്റ് 30 സെക്കൻഡും കൊണ്ട് മോഹൻലാലിന്റെ ഒരു ചിത്രമാണ് പറഞ്ഞു തരും. കൊലകളും പ്ലാന്റാണ്. അതിനൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. എന്നിട്ട് വിമാനമൊക്കെ പിടിച്ച് അകത്തിട്ട് വന്ന് ചെയ്യാൻ കരുതിയാ. ഇപ്പൊ കണ്ടില്ലേ, മോളിൽ നിന്ന് ഫോൺ വരും വിട്ടാണെന്ന്. കാരണം എനിക്കറിയാം, രാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങളാണല്ലോ ഈ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളെ കുറിച്ച് ഭയമുള്ളവരാണ്. നാളത്തെ ഈ നാടിന്റെ സ്ഥിതിയെ കുറിച്ചല്ല, നാളത്തെ അവരുടെ ഭരണ കസേരയെ കുറിച്ച്, നാളത്തെ അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് വിദ്യാലയങ്ങൾക്കുള്ളിൽ യൂത്ത് വിങ്ങൾ എന്ന പേരിൽ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ അവർ വിതയ്ക്കുന്നത്. യുവത്വത്തിന് ഒരു എടുത്തിയാട്ടം ഉണ്ടല്ലോ, അതിനെ ചൂഷണം ചെയ്യുകയാണ് ഈ പല റാസ്കലുകൾ. കുട്ടിക്കൊരനെ കൊണ്ട് ചൂട് വാരിക്കുക. എന്നിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഈ കുട്ടി നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് എന്താണെന്നറിയാമോ? തമ്മിൽ തല്ലുക, വെട്ടുക, കുത്തുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക. ഇതിന്റെ ലാഭം തെരുവ് ഗുണ്ടകൾക്കും കോളേജ് ഗുണ്ടകൾക്കും നേതാക്കന്മാർക്കും പാർട്ടിക്കും. നഷ്ടം സാധാരണക്കാരായി പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികൾക്ക്. നേതാക്കന്മാരും കോളേജ് ഗുണ്ടകളും മാസ് കോപ്പിംഗ് നടത്തിയും മാർക്ക് ലിസ്റ്റ് തിരുത്തിയും ക്ലാസ്സോടെ ജയിക്കും. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഭാവിയിലെ നേതാക്കന്മാരും ഒക്കെ ആയിത്തീരും. ഫോറിൻ കാറുകളിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ പണ്ട് ഉമ്മാരോടൊപ്പം ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച, ബസിന്റെ ചില്ലുകളിൽ ഉമ്മാരോടൊപ്പം ആവേശത്തോടെ എറിഞ്ഞു തകർത്ത ആത്മസുഹൃത്തുക്കളായിരുന്ന സാധാരണക്കാർ അവശത കൊണ്ട് പരിപാലിച്ച മുഖവുമായി തെരുവിൽ നിൽക്കുന്നത് ആരും കാണില്ല. ഇതിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം മിസ്റ്റർ? എന്ത് പോക്കത്തിൽ കാണിച്ച് ആര് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും. അത് തേച്ചു വാച്ചാൽ ഓരോ പാർട്ടിക്കാർ വരും, മിനിസ്റ്റർമാരെ, പ്രൈവറ്റ് സെക്രട്ടറികളും. ഇവരുടെയൊക്കെ ചെരുപ്പതൊക്കെ പട്ടികളുടെ നാട്ടില്. പിന്നെ ഇവിടുത്തെ പോലീസുകാരുടെ നാട്ടിൽ എന്ത് ചിരക്കാനാ? സത്യമല്ലേ? കൃത്യമായിട്ടുള്ള അവലോകനമല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സിനിമ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ആലോചിച്ചു നോക്ക്. ഈ യുവാക്കളുടെ എടുത്തുചാട്ടത്തെ രാഷ്ട്രീയക്കാർ ചട്ടുകമായി അവർ അത് ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നു. ഇത് തന്നെയല്ലേ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ക്യാമ്പസിൽ നടക്കുന്നത് ഒരർത്ഥത്തിൽ നാളെ ഐസിസുകാരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആലയമായിട്ടാണ്. ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കില്ലർ സ്ക്വാഡ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു ഹിറ്റ് ലിസ്റ്റ് ഇട്ടു. ഹിറ്റ് ലിസ്റ്റിന് കുറച്ച് ആളുകൾ, പിന്നീട് ഒരു കില്ലർ സ്ക്വാഡ്. ആ കില്ലർ സ്ക്വാഡിന്റെ നേതാക്കന്മാരായിരുന്നു സിദ്ദീഖാപ്പനെ പോലെയുള്ള ആളുകൾ. പിന്നെ ജാഫർ തടിയന്റെ അവിടെ. ഇവന്മാരുടെ പരിശീലന കേന്ദ്രം എന്താ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെ അടിച്ചാലാണ് അവൻ വീഴുന്നത്, എവിടെ അടിച്ചാലാണ് അവൻ വീഴുന്നത്, കാരണം അവൻ എഴുന്നേക്കരുതല്ലോ. അതുകൊണ്ട് വളരെ കൃത്യമായി പരിശീലന കളരികളിൽ അഭ്യസിച്ചിട്ടാണ് ഇവരിത് വരുന്നത്. ആലോചിക്കണം. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗങ്ങളൊന്ന് വായിക്കണം. ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റത്തില്ല. അവന്റെ മസിലുകളൊക്കെ തകർന്ന് തരിപ്പണമായിരുന്നു. പ്രവാസ ജീവിതം നയിച്ച് ആ മനുഷ്യൻ ഈ മകന്റെ ഭാവിയെ കുറിച്ച് മാത്രം ആകുലപ്പെട്ടു വളർത്തുക. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ പിടിച്ച് ഒരു പിതാവ് ഇത് കാണുവാണ്. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് താടിയെല്ല് തകർത്ത് ഒരു മനുഷ്യനോടാണ് ഈ ചെയ്യുന്നത്. നട്ടെല്ലിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ മാരകമായ രൂപത്തിൽ പരിക്കുകള്. ബൈജു, നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താല് ഒരു വഴക്ക് പറയും, ഒരു ചെറിയ അടിയോ നുള്ളോ ഒക്കെ കൊടുത്താല് അന്നത്തെ ദിവസം നമ്മളത് നഷ്ടപ്പെടും. കാരണം നമ്മൾ ചിന്തിക്കും, അവര് നമ്മളെ തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ അവരെ അടിച്ചത്. പാവം, നമ്മളായിട്ട് അതുങ്ങളെ വേദനിപ്പിച്ചു. ആ പിള്ളേരത് മറക്കുന്നത് വരെ നമ്മൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറാകും. ഇനിയിപ്പോ എതിർക്കാൻ കഴിയാത്ത ഒരാളെ നമ്മൾക്ക് ഒരടി അടിക്കാം. രണ്ടാമത്തെ അടിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കും. എന്തിന്
അല്ലെ? നമുക്ക് വേദനിക്കുന്നത് പോലെ തന്നെയാണ് അയാൾക്കും വേദനിക്കുന്നത്. 150 മരവാഴകളുടെ മുമ്പിലിട്ട് ഈ പയ്യനെ, എതിർക്കാൻ ശേഷിയില്ലാത്ത പയ്യനെ ബെൽറ്റുകൾ പൊട്ടുമാറ് രൂപത്തിൽ അടിച്ചിങ്ങനെ അവശനാക്കി എന്ന് പറയുമ്പോൾ ഈ 150 പേര് നാളെ ഏത് സിരാ കേന്ദ്രങ്ങളിൽ വിരാജിച്ച് നമ്മുടെ നാടിന് സേവനമനുഷ്ഠിക്കാനാ? തോളില് ആഴത്തിലുള്ള 2 മുറിവുകൾ ഉണ്ടല്ലോ, എന്തിന്റെ പേരിൽ ഉണ്ടായതാണ് എന്ന് ഇപ്പോഴും ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടില്ല. ശരീരത്തിലെ 10-ലധികം മുറിവുകൾ, നെഞ്ചിലെ നീളത്തിലെ കല്ലിച്ച 13 മുറിവുകൾ ബെൽറ്റിനടിച്ച പാടുകളാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെഞ്ചിന്റെ നടുഭിത്തിക്കു കുറുകെ മാരകമായ ഒരു മുറിവ്. ആ പയ്യൻ അനുഭവിച്ച വേദനയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞങ്ങളിൽ ഒരാളാണ് ഈ കിടക്കുന്നത് എന്ന് ആ ചുറ്റും നിൽക്കുന്ന ഒരാൾക്ക് പോലും തോന്നിയിട്ടില്ല. അതുപോലെ കക്ഷത്തിന്റെ താഴെ വാരിയെല്ലിൽ 1-ലധികം ചെറിയ മുറിവുകൾ, അതായത് ചവിട്ടിയതാ, ചവിട്ടി കയ്യും കാലും പിടിച്ചൊടി. അതായത് ഇവൻ ഇനി എഴുന്നേൽക്കരുത്, ഒരിക്കലും ഇവനെ ജീവനോടെ പുറത്തു വരരുത്. അടിവയറിന്റെ മുൻവശത്ത് നീല കലർന്ന ചുവപ്പ് നിറം, അതായത് അടിച്ചിടത്ത് തന്നെ പിന്നെയും പിന്നെയും അടിക്കുമ്പോഴുണ്ടാകുമല്ലോ ഒരു അടയാളം, ആ അടയാളം. ചെറുകുടലിനും വൻകുടലിനും ഗുരുതരമായ പരിക്കുകൾ, ക്രൂരമായ പീഡനവും അതേ തുടർന്ന് നടത്തിയ കൊലപാതകവുമാണ് ഇത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച മാതാപിതാക്കൾ നെഞ്ചു പൊട്ടിക്കരയുക. സ്ഥിരബുദ്ധിയുള്ള, മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന, മജ്ജയും മാംസവുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമോ ഈ ക്രൂരത ചെയ്യാൻ തങ്ങളിൽ ഒരുത്തനോട്? പക്ഷേ ഞങ്ങൾക്ക് കഴിയും എന്ന് കുറച്ച് SFI യുവാക്കൾ തെളിയിക്കുവാണ്. എന്തിന്റെ പേരില്? എന്തിനു വേണ്ടി ചെയ്തു? ഒരു തട്ടമിട്ട പെൺകുട്ടിയോടൊപ്പം ഡാൻസ് കളിച്ചു പോയി, വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു പോയി. അപ്പോ സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ തട്ടമിട്ട പെൺകുട്ടിയോടൊപ്പം അവിടെയാണ്. അതല്ലാതെ വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രശ്നമല്ല ഇത്. കൃത്യമായി കമാൽ പാഷ സാറ്, അതുപോലെ ജോർജ് ജോസഫ് സാറ്, അദ്ദേഹമൊക്കെ ഈ വിഷയത്തിൽ അവലോകനം നടത്തുന്നുണ്ട്. ഈ കാപാലികർക്ക് നമ്മുടെ ചെലവിൽ 3 നേരം സുഭിക്ഷമായി ഉണ്ടുറങ്ങാനുള്ള സൗകര്യം ഈ സർക്കാർ ചെയ്യാൻ പാടില്ല. അവരെ തൂക്കിലേറ്റുകയാണ് ചെയ്യേണ്ടത്. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവർക്ക് കൊടുക്കാൻ പാടില്ലെന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി. ഇപ്പൊ നമുക്കറിയാം, കുറെ മാസങ്ങൾക്ക് മുൻപൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. പട്ടികളിൽ വെട്ടിപ്പടിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ നമ്മുടെ ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. അത് പോപ്പുലർ ഫ്രണ്ട് SDPയുടെ ഈ ഭീകരവാദികൾ ചെയ്തതായിട്ടൊക്കെ നമുക്ക് അറിയാമായിരുന്നു. മറ്റൊന്നാണ് ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടത്, വനാന്തരങ്ങളിൽ മൃഗങ്ങൾ പോലും ഭയക്കുന്ന അത്ര കണ്ട് ആ അഗാധ വനാന്തരങ്ങളിൽ ഇതുപോലുള്ള ഇസ്ലാമിക കൊടും ഭീകരതയുടെ പരിശീലന കളരികളൊക്കെ ഇവർ ഏർപ്പാടാക്കിയെന്ന് നമുക്കറിയാം. ഇന്ന് അത് എല്ലാതും ഇതുപോലുള്ള SFI കോട്ടകളിലേക്ക്, SFIയുടെ S കളഞ്ഞുകൊണ്ട് P ആക്കി മാറ്റിക്കൊണ്ട് കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും മാറിയത് തന്നെയാണെന്ന് കൃത്യമായിട്ടും ഈ സിദ്ധാർത്ഥിനോട് ചെയ്തിട്ടുള്ള ഈ കൊടും ക്രൂരതകൾ ടീച്ചറെ എണ്ണി പറഞ്ഞിട്ടുള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആയാലും കൃത്യമായിട്ടുള്ള വാർത്താ ചാനലുകളിലൂടെ വന്നിട്ടുള്ള ഈ വിവരങ്ങളൊക്കെ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാണ്. എന്നിട്ടും ഇന്നും മലയാളി ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതിലും ഇസ്ലാമിക നാമധാരികളാണ് മുന്നിട്ട് വരുന്നതെന്ന് കാണുമ്പോൾ ഏതാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ, അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം ഭീകരർ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുട്ടിയായിരുന്നെങ്കിൽ, ഇവിടെ മലയാളി എപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്, എനിക്കെന്താ പ്രശ്നം, സിദ്ധാർത്ഥ് അവൻ കൊല്ലത്തോ എവിടെയോ കിടക്കുന്ന വയനാടോ, എന്റെ മോൻ അവിടെയൊന്നും അല്ല പഠിക്കുന്ന ചിന്താരീതിയോടുകൂടി കൊണ്ട് നടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പൊന്നോമന മകൾക്കായിക്കോട്ടെ, നിങ്ങളുടെ പൊന്നോമന പുത്രനായിക്കോട്ടെ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിനുള്ളിൽ മറ്റാർക്കെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും മലയാളി നിന്റെ പ്രതികരണം? അന്നും ഇതുപോലെ പൊതുജനം നിന്റെ വീട്ടിൽ സംഭവിക്കുമ്പോഴും അത് അവന്റെ വീട്ടിലത്തെ കാര്യമാണല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ചിന്തിക്കുക. ഇന്ന് ആ അച്ഛനായാലും ആ അമ്മയായാലും ആ അമ്മയുടെ ആങ്ങളയായാലും ഇവർ നിരന്തരം മാധ്യമങ്ങളുടെ, അമ്മ ഇതുവരെ ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് അതിന് പറ്റുന്നില്ല. കാരണം ആ അമ്മയുമായിട്ടായിരുന്നു സിദ്ധാർത്ഥിന് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്. അച്ഛൻ വിദേശത്തായതുകൊണ്ട് അമ്മയോട് എല്ലാ ദിവസവും വിളിച്ച് എല്ലാ കൊച്ചു കുഞ്ഞ് പറയുന്ന പോലെ തന്നെ ഇന്ന് ആ കുഞ്ഞിന്റെ അനിയന്റെ
ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ആ അനിയൻ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ആരാണ് ഇത് ചെയ്തത് എന്നൊക്കെ ആ ചെറിയ കുട്ടി പോലും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മലയാളിയുടെ വീട്ടിൽ സംഭവിക്കാത്തിടത്തോളം കാലം മലയാളിക്ക് ഇതൊരു വിഷയമാവാതിരിക്കുക. എന്നാൽ മറ്റ് ഉത്തരേന്ത്യൻ അതല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റുകളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ മലയാളിക്ക് പിന്നെ ഉറക്കമില്ലാത്ത രാവുകളാണ്. അവിടെ സമരത്തിനും അതല്ലെങ്കിൽ അവിടേക്ക് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടു കൊടുക്കാനൊക്കെ വേണ്ടി മിനക്കിടുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഇപ്പോ അഫ്താക്കോ എന്താ ഒരു ബീഫിന്റെ രീതിയിൽ കൊല്ലപ്പെട്ട അഷ്താക്കാണെന്ന് തോന്നും. ആ ചെങ്ങാതിയുടെ വീട്ടിലേക്ക് ഞാനടക്കമുള്ള ടീച്ചർ അടക്കമുള്ള ഈ നമ്മുടെ കാണുന്ന പ്രേക്ഷകരടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് 10 ലക്ഷവുമായി കുതിച്ച പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ്. ഇന്ന് പിണറായി വിജയന്റെ മറ്റൊരു മന്ത്രിയുള്ള ചിഞ്ചുറാണി എന്ന് പറയുന്ന ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മൃഗങ്ങളെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം വന്നത് നമ്മൾ കണ്ടു. അവർ അംഗീകരിക്കുന്നില്ല അത്ര, അതായത് ഡീനായാലും ഈ പറയുന്ന ഈ ഇതിനു വേണ്ടി കൂട്ടുനിന്ന ആ കോളേജ്, ഈ സർവകലാശാലയിലെ അധികാരികളെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഓർഡർ വന്ന സമയത്ത് അതിനെ സർക്കാർ അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന രീതിയിലൊക്കെ ഒരു മന്ത്രി രംഗത്ത് വരിക. പിണറായി വിജയൻ ഇതുവരെ ആ വീട്ടിലേക്ക് ചലിക്കാതിരിക്കുക. മറ്റൊട്ടേറെ ജനപ്രമുഖരായിക്കോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരായിക്കോട്ടെ, ഇവരെല്ലാവരും ആ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് അച്ഛനെയും അമ്മയെയും ആംഗ്ലയും അടക്കമുള്ള ആളുകൾക്ക് ആശ്വാസമേകുമ്പോൾ മലയാളി പുച്ഛത്തോടുകൂടി ഇവിടെയുള്ള ഇസ്ലാമിക ഭീകരതയുടെ ആ ഒരു കരാളഹസ്തം തന്റെ വീട്ടിലേക്ക് എത്തും വരെ കാത്തിരിക്കുന്ന മലയാളി. നിന്നോട് മറ്റൊന്നും കൂടി പറയാനുണ്ട്. ഈ പറയുന്ന ആ അമ്മയുടെ സിദ്ധാർത്ഥിന്റെ അമ്മാവനായാലും ഈ അച്ഛനായാലും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ വിങ്ങിപ്പൊട്ടാതെ ഈ കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നതെന്ന് ചിന്തിക്കുക മലയാളി. കാരണം ഇത് ഏറ്റവും കൊടും ക്രൂരത അരങ്ങേറിയ ഒരു കൊലപാതകം തന്നെയാണ്. ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ എണീറ്റ് നിൽക്കാൻ പോലും ആവുമായിരുന്നില്ല എന്നുള്ളത് ഓരോ മലയാളിക്കും സത്യമായിട്ടും അറിയാമെന്നിരിക്കാം. അവൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വാദിക്കാൻ വേണ്ടി ഇടത് പ്രൊഫൈലുകളും ഇസ്ലാമിക ഭീകര പ്രൊഫൈലുകളും ഒക്കെ മത്സരിക്കുന്നത് എന്ത് വേണ്ട, നമ്മുടെ നാട് കുട്ടിച്ചോറാക്കിയിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെ കോൺഗ്രസ്സുകാരും. അതിലൊരു പകുതിയിലധികം ആളുകൾ ഈ പ്രതിഷേധ രംഗത്തും ഉണ്ടെങ്കിൽ പോലും ബാക്കി വരുന്ന ഒട്ടേറെ ആളുകൾ നിസ്സംഗത ഭാവിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് പോലും ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ കുഞ്ഞിന് 3 ദിവസം നിങ്ങൾ ഒരിറ്റ് വെള്ളം കൊടുക്കാതെ നിങ്ങൾ അടച്ചിട്ട് നോക്കുക, ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അത് പോരാതെ ഇത്തരത്തിൽ മാരകമായിട്ടുള്ള ആ കുട്ടിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത്തരത്തിൽ ക്രൂരമായി ഈ പെരുമാറുക. അതിനുശേഷം ആ കുട്ടിക്ക് എത്താത്ത ഒരു ഹൈറ്റിലേക്ക് തൂങ്ങിയാടുന്ന രീതിയിലേക്ക് തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ മലയാളിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഏതായാലും ഇതിൽ ഈ പറയുന്ന ഈ കേരളത്തിന്റെ പോലീസ് സംവിധാനം അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും അറിയാം. കാരണം ഇന്ന് ആ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ലേഡീസ് ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളെ, ഒരു ഹോസ്റ്റലിൽ തന്നെ 300-ലധികം പെൺകുട്ടികൾ ഉണ്ട് എന്നാ പറയുന്നത്. അത്തരത്തിൽ 2 ഹോസ്റ്റലുകൾ ലേഡീസ് ഹോസ്റ്റലുണ്ട്. ഈ ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികളെ പുറത്തു വിടുന്നില്ല എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. ഈ ലേഡി ഹോസ്റ്റലിലുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവ് തന്നെ ആ ഒരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ ജന ടിവിയിൽ ഞാനത് കേൾക്കുകയും ഉണ്ടായി. അതായത് ഈ പെൺകുട്ടികൾ പുറത്തു വന്നു കഴിഞ്ഞാൽ സത്യം പുറത്തേക്ക് ഒഴുകുമോ എന്ന പേടി കൊണ്ട് ആ ഹോസ്റ്റൽ ബന്ദോബസ്താക്കിയിരിക്കുന്നു. ഈ പെൺകുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കാൻ ഇന്നും മലയാളി പ്രബുദ്ധതയുള്ള മലയാളി ആരും അതിന് ശ്രമിക്കുന്നില്ല. ഈ കുട്ടികളുടെ മൊഴി പുറത്തു വരേണ്ടത് ഈ കേസിന് ഏറ്റവും അത്യാവശ്യ ഘടകമാണെന്നിരിക്കെ തെളിവുകളുടെയും സാക്ഷി മൊഴികളുടെയും അഭാവത്തിൽ ഈ കേസിലുള്ള എല്ലാ പ്രതികളും രക്ഷപ്പെടുമെന്നിരിക്കെ ഇന്ന് കാണുന്ന ഈ തീച്ചൂട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ആറി തണുത്തുകൊണ്ട് അവിടെ മഞ്ഞായി മാറുമെന്ന് ഈ കൊലപാതകികൾക്കറിയാം, ഈ ഭരണവർഗത്തിനറിയാം. നോക്കൂ, അവിടെ എനിക്ക് തോന്നുന്നു ശശി എന്നോ എന്തോ പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നു അവിടുത്തെ വയനാടുമായി ബന്ധപ്പെട്ടുള്ള. ഈ ചങ്ങാതി എന്നും പശുവിനെ കറന്ന് പാലൊക്കെ കൊണ്ടു കൊടുത്ത് സൊസൈറ്റിയിലേക്കൊക്കെ നടന്നു പോകുന്ന ഒരു കർഷകന്റെ രൂപത്തിലുള്ള മുഖത്ത് നിറയെ വെള്ളപ്പാണ്ടൊക്കെ ഉള്ള ഒരു ശശി എന്ന് പറയുന്നത് ഞാനും സത്യത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ വയനാട്ടിലുള്ള പലരും പറയുന്നത് എന്റെ ചെവിയിൽ കേട്ടതാണ് ഞാൻ. അതായത് ഈ ശശിക്കൊക്കെ കൃത്യമായിട്ടും ഈ കൊലപാതകം നടത്തിയ ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിലൊക്കെ അത്ര കണ്ട് പിടിപാടുണ്ടായിരുന്നു. ഇയാളുടെ മുഖത്ത് വന്നിട്ടുള്ള ഈ പാണ്ടുണ്ടല്ലോ, അത് പാണ്ടല്ല, ഇയാളുടെ സ്വഭാവ വൈകൃതം. അതല്ലെങ്കിൽ ഇയാൾ ഇത്രയും നാൾ ജനങ്ങളെ പറ്റിച്ചിട്ടുള്ള, ഞാനൊരു കർഷകനാണ്, ഇത്ര കണ്ട് താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ഞാൻ എത്ര എളിമയുള്ളവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി കാട്ടിയിട്ടുള്ള ഈ കൊടും ക്രൂരരെ സംരക്ഷിക്കാൻ വേണ്ടി തന്റേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇവരിൽ ആരും നല്ലവരില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മുസ്ലിങ്ങൾ നല്ലവരുണ്ടോ ചീത്തയുണ്ടോ എന്ന തർക്കമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നടത്തിയതാണ്. പക്ഷെ അവിടെയും ഇസ്ലാമുകളിൽ നല്ലവരില്ല ഉണ്ട് എന്ന് നമ്മൾ തർക്കം അവിടെ നമ്മൾ മാറ്റിവെച്ചെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ നല്ലവരുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരിൽ നല്ലവരില്ല, കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിക്കുന്നവൻ, കമ്മ്യൂണിസ്റ്റായി ജനിച്ചിട്ടുള്ള ഒരാളും നല്ലവരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് EMS തുടങ്ങിയിട്ടുള്ള കാലം മുതൽ എടുത്തു
നിൽക്കുകയാണെങ്കിലും അവസാനം വന്ന് നിൽക്കുന്ന പിണറായി വിജയനിലേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയായിരുന്നവൻ നാട് ഭരിക്കുന്ന ഈ നാട്, വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളി അന്നന്നത്തെ അന്നവും വാങ്ങി അരിയും പച്ചക്കറി സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഴ ഉപയോഗിച്ച് പിണറായി വിജയൻ വെട്ടുന്നത് കണ്ടു എന്ന് പോലും സാക്ഷിമൊഴി ഉണ്ടായിരുന്ന ഒരു കാലത്തെ കേസ്, അതിന്റെ ആ ദൃക്സാക്ഷി വിവരണം പോലും അതല്ലെങ്കിൽ രണ്ടാം പ്രതിയോ ഒന്നാം പ്രതിയോ പോലും ആയിരുന്ന പിണറായി വിജയന്റെ ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ പേര് രേഖകൾ, വിശദ വിവരങ്ങൾ ഇന്നും തലശ്ശേരി കോടതിയിൽ ഉണ്ട് എന്നുള്ളതാണ് മലയാളി യാഥാർത്ഥ്യം. അത്തരത്തിൽ വെട്ടി 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 പഠിച്ചുകൊണ്ട് ചോരയുടെ അറപ്പ് മാറിയിട്ടുള്ള ആളുകൾ ഭരിക്കുന്ന ഈ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഭയരാജന്മാരെന്ന് വിളിപ്പേരുള്ള ജയരാജന്മാരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണൂരായാലും കൊല്ലമായാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരുടെ ദുഷ്ടതയ്ക്ക് ഒരു കുറവ് എവിടെയും കാണാനാവില്ല. അത്തരത്തിൽ നാട് ഭരിക്കുന്നവൻ തന്നെ ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന, പിന്നീട് എങ്ങനെയാണോ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത്, പിന്നെ എങ്ങനെയാണോ സാക്ഷി മൊഴികൾ നശിപ്പിക്കപ്പെട്ടത്, അതേ രീതിയിൽ തന്നെ ഈ കൊലയാളികളും ഈ ഐസിസിനെ പോലും നാണിപ്പിക്കുന്ന ഈ കൊടുംഭീകരന്മാരും നാളെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് മറ്റൊരു വേഷത്തിൽ, രാഷ്ട്രീയക്കാരന്റെ വേഷത്തിൽ, MLA-യുടെ വേഷത്തിൽ, മന്ത്രിമാരുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാനും പാഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞാലും ഒരിക്കലും അത് വിദൂരമല്ല എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്.